കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം കളമേളം പുഴയോരം കവിത പാടും തീരം. ഫ്രണ്ട്സ്, ആപ്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചാൽ നമ്മളെ കേരം, അതായത് തെങ്ങിനെ കുറിച്ചാണ്. തെങ്ങിൻ്റെ നല്ലൊരു വിഭവമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തെങ്ങെന്ന് പറയുമ്പം ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ പരിചയപ്പെടുത്തുന്ന വെച്ചാൽ നമ്മൾ തെങ്ങിൽ നിന്ന് കിട്ടുന്ന നാളികേരമായിരുന്നാലും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയിരുന്നാലും അതുപോലെ നമ്മൾ ചൂല് അടിച്ചു വാരാൻ ഉപയോഗിക്കുന്ന ചൂലായിരുന്നാലും അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം പോയിട്ട് നമ്മൾ തെങ്ങിനെ ചില സമയങ്ങളിൽ മാറ്റി നിർത്താറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഇപ്പോൾ ഒരു വീട് വയ്ക്കുന്നതാണെങ്കിൽ അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു തെങ്ങ് നിന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ മുറിച്ച് മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാറ്റിയിടുന്ന തെങ്ങിൻ്റെ മുകൾ ഭാഗം, അതായത് തലഭാഗം, നമുക്ക് അതിൽ നിന്നൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫുഡ് അതിനകത്തുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ തലമുറകൾക്കൊന്നും അറിയാതെ പോകുന്നതാണ്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അതായത് തടിയൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗമാണ് നമ്മളിപ്പം ഈ കാണുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിനുള്ളിലുള്ള ആ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമ്മൾ ഇനി വരുന്ന തലമുറകൾക്ക് ഇതേപോലെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പരിചയപ്പെടുത്തണം. കാരണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം, നമുക്ക് ചെയ്താലോ. ഓക്കെ, കൈ, അതായത് നമ്മൾ ഈ പിച്ചാത്തിയൊക്കെ ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം നമ്മളെപ്പോഴും കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതേപോലെ ഈ മടൽ, അതായത് ഇതിൻ്റെ മടൽ, അതേപോലെ തന്നെ ഇങ്ങനെ ലാഞ്ഞി എന്നൊക്കെയാണ് ഇവിടെ തെക്കൻ ഭാഷയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് താഴേന്ന് നമ്മൾ കട്ട് ചെയ്ത് പോയിരുന്നാൽ മാത്രമേ നമുക്കിതിനെ നേരെ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വെട്ടി നോക്കാം. ഈ തിലാഞ്ഞിയൊക്കെ നമ്മൾ കറക്റ്റ് വെട്ടി മാറ്റിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറി കുടുങ്ങിയിരിക്കാൻ ചാൻസ് ഉണ്ട്. കുടുങ്ങിയിരുന്ന പാടാണ്. ഇത് സിമ്പിൾ സംഭവമൊന്നും അല്ല, ഇത്തിരി പാടൊക്കെ ഉണ്ട്. എളുപ്പമൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. നിങ്ങൾ കാണുന്ന ഈ കിടക്കുന്നതെല്ലാം ഇതിൽ നിന്ന് വെട്ടിയെടുത്തതാണ്. അപ്പം ഒത്തിരി ജോലിയുണ്ട്, നമ്മളും തളർന്നു പോവും.
അതായത് നമ്മളിതിൻ്റെ പുറത്തിരുന്ന എല്ലാം നമ്മൾ ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിനെ വെട്ടിയെടുക്കാം. അപ്പോൾ അല്പം കൂടി നമുക്ക് എളുപ്പമാവും. അപ്പോൾ ഈ മാതിരി നമ്മളിപ്പം വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ കുറച്ച് ജോലിയിലുണ്ട്, കാരണം ഇന്ന് അല്പം കൂടി പൊളിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ നോക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കട്ട് ചെയ്യാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. കാരണം നമുക്ക് ഇത്തിരി റിസ്ക് എടുക്കണം, എന്നാലേ പക്ഷേ ആ റിസ്കിനുള്ള ഗുണമുണ്ടെന്നാണ്. കാരണം അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന് വേസ്റ്റായിട്ടുള്ള സാധനമുണ്ട്, നമുക്ക് കഴിക്കാൻ പാകമായിട്ടുള്ള സാധനമുണ്ട്. വേസ്റ്റായിട്ടുള്ള കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറിലെ പ്രോബ്ലമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ശരി, നമുക്ക് ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കാരണം കാണാൻ കഴിയും ഇപ്പം ഈ രീതിയിലാക്കി നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ കീറി എടുക്കണം. പക്ഷെ മേളിൽ ഇനിയുണ്ട് പുറത്ത് കളയേണ്ട തോട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ട രീതിയിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റാണ്. നമുക്കിത് കഴിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ സോഫ്റ്റാണ് ഈ ഫുഡ്. ഇനി ഇതിനുള്ളിലുള്ളതെന്ന് വെച്ചാൽ അതായത് ഇതുപോലെയുള്ള സോഫ്റ്റായിട്ട് ഇത് നമുക്ക് കഴിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം. നല്ല ടേസ്റ്റാണത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. തെങ്ങിൻ്റെ മണ്ടയാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. പൊളിയാണ്, കിടുവാണ്. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക. വളരെ ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ തെങ്ങിൻ്റെ ബ്രെയിനാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ്, അതുപോലെ സപ്പോർട്ട് ഇതുവരെ നൽകുക തന്നെ മുന്നോട്ട് നൽകണം. അപ്പം ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും. ഓക്കെ, ബൈ.